വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. അപ്പോൾ പ്രിൻസ് ആൻഡ് ദ ഫാമിലി മൂവി കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരു ലൈക്കൊക്കെ കൊടുക്കുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ദിലീപ് ഏട്ടൻ്റെ 150ാമത്തെ ചിത്രം. അപ്പോൾ ഇതിനു മുമ്പ് അദ്ദേഹം അഭിനയിച്ച സിനിമകളൊക്കെ ചിലതൊക്കെ ഫ്ലോപ്പായി. അപ്പോൾ ഈ സിനിമയും ആ രീതിയിലുള്ള വർത്തമാനമൊക്കെ ഞാൻ കേട്ടിരുന്നു സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ്. തിയേറ്ററിൽ നിന്ന് പോലും ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ഞാനൊരു ഒരുമാതിരി ചിന്തയിലാണ് ഈ സിനിമയ്ക്ക് പോയത്, ഇത് എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള ആദ്യത്തെ അഭിപ്രായം തന്നെ, ഈ സിനിമയ്ക്ക് കഥ, തിരക്കഥ, അതേപോലെ സംഭാഷണമൊക്കെ ചെയ്തിരിക്കുന്നത് ഷാരിസ് മുഹമ്മദാണ്. കക്ഷി നല്ലൊരു കോമഡി കഥയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കഥയാകട്ടെ, തിരക്കഥയാകട്ടെ, ഓരോ സംഭാഷണമാകട്ടെ നമ്മളെ ചിരിപ്പിക്കുന്നതാണ്. അതിന് പറ്റിയ ആളാണല്ലോ ദിലീപ് ഏട്ടൻ. അദ്ദേഹം ഉണ്ടല്ലോ, അതവിടെ ഇരിക്കട്ടെ. അതിനു മുമ്പ് ഈ കഥ എഴുതിയിരിക്കുന്ന ഷാരിസ് മുഹമ്മദിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം ഞാൻ കുറേ ചിരിച്ചു. അതേപോലെ ഇതിൻ്റെ ഡയറക്ടർ ബിൻഡോ സ്റ്റീഫൻ, കക്ഷിയുടെ ആ ഒരു ഡയറക്ഷൻ മികവ് ഈ സിനിമയിലെ ഓരോ കഥാപാത്രത്തിലും തെളിഞ്ഞ് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഇതിലെ ഹീറോയിനായിട്ടുള്ള കഥാപാത്രത്തിൻ്റെ പേര് ചിഞ്ചു ആണ്. ചിഞ്ചു ആണ് ഈ സിനിമയിലെ ടോപ്പ് കേട്ടോ. അവരിത്രത്തോളം എനർജറ്റിക്കായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഡയറക്ടറിൻ്റെ മികവ് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള കഥാപാത്രങ്ങളും അതേപോലെ ദിലീപ് ഏട്ടൻ, പിന്നെ ബിന്ദു പണിക്കർ, സിദ്ദീഖ്, മഞ്ജു പിള്ള, പിന്നെ ജോണി ആൻ്റണി ചേട്ടൻ, പിന്നെ ഊർവശി കുറച്ച് സമയത്തിനേ ഉള്ളൂ എങ്കിൽ അവർക്ക് ഷാരിസ് മുഹമ്മദ് എഴുതിയിരിക്കുന്ന ആ ഒരു ഡയലോഗ് എല്ലാം തന്നെ മികച്ചതായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഡയറക്ടറിൻ്റെയും അതേപോലെ ഈ കഥ എഴുതിയിരിക്കുന്ന ഷാരിസ് മുഹമ്മദിൻ്റെയും ഒരു കഴിവ് തന്നെയാണ്. അവരെ അഭിനന്ദിക്കാതിരിക്കുക വയ്യ. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം, ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് പോയിട്ട് ടിക്കറ്റ് എടുത്ത് എന്നെപ്പോലെ തന്നെ എൻജോയ് ചെയ്തോളൂ. നല്ലൊരു കോമഡി മൂവിയാണ്. കോമഡി മാത്രമല്ല, നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് ഈ സിനിമ. ദിലീപ് ഏട്ടൻ തന്നെ അഭിനയത്തിൻ്റെ ഒരു കൊടുമുടിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയണ്ടല്ലോ, എന്ത് വേഷവും കിട്ടിയാലും കശി ചെയ്യും. പക്ഷേ ഈ സിനിമയിലെ ആക്ഷനും കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യമില്ലാതെ അദ്ദേഹം മുഴുനീള കോമഡി ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹം കോമഡി ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറയണ്ടല്ലോ, നന്നായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം കിടപിടിച്ച് നിൽക്കുന്ന ഒരു അഭിനയത്തിനുള്ള ഒരു കഥാപാത്രം ഒരു സിനിമയിലുണ്ടെങ്കിൽ അവർക്ക് 8ൻ്റെ പണി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് പെർഫോം ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ഒപ്പമാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചിഞ്ചു എന്ന കഥാപാത്രമായിട്ട് ചെയ്തിരിക്കുന്ന ആക്ട്രസ്, അവരുടെ പേര് എനിക്കറിയില്ല, ഓൺലൈനിലൊക്കെ തെറ്റിച്ചാണ് ഇതിലെ ഹീറോയിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്, മഹിമ നമ്പ്യാർ എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. അതല്ല, പക്ഷേ ഈ ഒരു ആക്ട്രസ് പൊളിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അവരുടെ ഈ സിനിമയിൽ നമ്മളെ ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നത് തന്നെ ചിഞ്ചു ആണ്. അവരുടെ ഓരോ നിമിഷമുള്ള ഈ എക്സ്പ്രഷൻ, അതേപോലെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രമാണ് അവർ, അതാണ് അവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഹീറോയിനായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓരോ നിമിഷവും അവർ വല്ലാതെ ഒരു സൈക്കോയെ പോലെ അങ്ങനെയൊക്കെ അവർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അവരെ കൊണ്ട് തന്നെ ഈ സിനിമ മിന്നിയിട്ടുണ്ടെന്ന് പറയാം. അതിനനുസരിച്ച് നമ്മുടെ ഹീറോ ആയിട്ട് ദിലീപ് ഏട്ടനും നന്നായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതേപോലെ യൂട്യൂബിലൊക്കെ വ്ളോഗ് വീഡിയോകൾ ചെയ്യുന്നവർക്കൊക്കെ 8ൻ്റെ പണിയാണ് ഈ സിനിമ. കാരണം ബ്ലോഗേഴ്സ് എന്തൊക്കെ വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ വശമില്ല. കാരണം അവർ നെഗറ്റീവ് വീഡിയോ ചെയ്താലും പോസിറ്റീവ് വീഡിയോ ചെയ്താലും ജനങ്ങൾ എന്താണോ അത് സ്വീകരിക്കുന്നത്, ജനങ്ങൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത്, വ്യൂസ് കിട്ടുന്നത്, ലൈക്ക് കിട്ടുന്നത്, ആദായം കിട്ടുന്നത്, അതല്ലേ വ്ളോഗേഴ്സിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ചില വ്ളോഗേഴ്സൊക്കെ അതിസാഹസികമായിട്ട്, അതായത് ഒരു ഓവറായിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതായത് സാഹസികതയൊക്കെ ചെയ്ത് മരണത്തിനിടയാക്കുന്നുണ്ട്, സമൂഹത്തിന് വെല്ലുവിളിയാക്കുന്ന വീഡിയോസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അവർക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോകൾ ചെയ്യാറുണ്ട്. ഇനി എന്തിനു പറയുന്നു, ടോയ്ലറ്റിൽ പോകുന്നത് കൂടി ഒരു കമ്പിയും പിടിച്ചുകൊണ്ട് ഫോണും വെച്ചുകൊണ്ട് അതും ഇനി എടുത്തുനിന്ന് വരും. അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പോൾ വീഡിയോസ് ചെയ്യുന്ന കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനും അവർ ചെയ്യുന്ന വീഡിയോകൾ കാണുന്ന വ്യൂവേഴ്സിനും
ചിന്തിപ്പിക്കുന്ന ഒരു നല്ലൊരു സമൂഹത്തിന് ഉണർവ് നൽകുന്ന സിനിമ തന്നെയാണ് പ്രിൻസ്. ജോണി ആൻ്റണി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, മഞ്ജുപിള്ള നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ സിദ്ദീഖ് സാറ്, ബിന്ദു പണിക്കർ, ഇവരുടെ കഥാപാത്രങ്ങളൊക്കെ ഇതിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ധ്യാൻ ശ്രീനിവാസനൊക്കെ ആ ഒരു കള്ളക്കണ്ണിൽ നോട്ടവും അങ്ങേരുടെ ഒരു പതിവ് ശൈലി, അത് അത്രയ്ക്ക് വലിയ കഥാപാത്രമൊന്നും ധ്യാൻ ശ്രീനിവാസൻ ഇതിലില്ല, എന്നാലും ഒരു വേഷം കൊടുത്തിട്ടുണ്ട്, പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഊർവശി ചേച്ചിക്ക് കുറച്ച് ഡയലോഗേ ഈ സിനിമയിലുള്ളൂ. ആ ഡയലോഗുകളൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസ് റിപ്പോർട്ടേഴ്സ് ആകട്ടെ, വ്യൂവേഴ്സ് ആകട്ടെ, കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആകട്ടെ, അവർക്കുള്ളൊരു ചോദ്യചിഹ്നമാണ്. അത് നന്നായിട്ട് തന്നെ ഷാരീസ് മുഹമ്മദ് ആ ഡയലോഗുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ധൈര്യമായിട്ട് പോയിട്ട് ഫാമിലി ആയിട്ട് പോയിട്ട് സിനിമ കാണാം. ഫാമിലി ആയിട്ട് സിനിമ കാണുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊന്നും ഈ സിനിമയിലില്ല. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും, ചിരിക്കാൻ പറ്റും. അതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം. ഞാനും ഒരു കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആണല്ലോ. ഐ എഗ്രി വിത്ത് പ്രിൻസ്.